പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനേക വർഷങ്ങൾ വിയറ്റ്നാം തടവറയിൽ കഴിഞ്ഞിരുന്ന ആർച്ച് ബിഷപ്പ് വാൻ തുവാൻ എല്ലാ ദിവസവും ഉള്ളം കൈയിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി ജലവും എടുത്ത് ബലിയർപ്പിച്ചിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അൾത്താര, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭദ്രാസന പള്ളി. ജയിലിൽ 50 പേരുള്ള സംഘങ്ങളായി അവർ തിരിക്കപ്പെട്ടിരുന്നു. പൊതുമെത്തയിൽ ഉറങ്ങി. 50 മീറ്റർ സ്ഥലം ഒരാൾക്ക് സ്വന്തം. രാത്രി 9:30 വിളക്കണച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കണം. ആ സമയം കുനിഞ്ഞിരുന്ന് അദ്ദേഹം കുർബാന ചൊല്ലി കത്തോലിക്കരായ സഹതടവുകാർക്ക് വിശുദ്ധ കുർബാന നീട്ടിക്കൊടുത്തിരുന്നു. സിഗരറ്റ് കൂട്ടിലെ കടലാസ് ചുരുട്ടി അതിൽ ദിവ്യകാരുണ്യം വിതരണം ചെയ്തിരുന്നു. വാഴ്ത്തപ്പെട്ട ഒരു കൊച്ചു തിരുവോസ്തി കഷ്ണം സദാ അദ്ദേഹവും ആ തടവുകാരും സൂക്ഷിച്ചിരുന്നു. രാത്രിയിൽ തടവുകാർ മാറി മാറി ഊഴമനുസരിച്ച് ആരാധന നടത്തിയിരുന്നു. തടവറയിലും തങ്ങളോട് കൂടെ ഈശോ ഉണ്ട് എന്ന് അവർ അനുഭവിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരുടെ ജീവിതം നമുക്കൊരു സാക്ഷ്യമാണ്. പലപ്പോഴും ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന അവസരങ്ങളിൽ ഇവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാകേണ്ടതാണ്. പലപ്പോഴും തീർന്നു എന്ന് കരുതുന്ന ആ അവസരത്തിൽ നിന്നാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പകർന്നെടുക്കാം. ഇങ്ങനെ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന്, ഇങ്ങനെ കാണുന്ന വ്യക്തികളിൽ നിന്ന് ഉള്ള ദൈവ സാന്നിധ്യം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. യുവജനമുണർന്നിടുമ്പോൾ പുത്തൻ ആത്മീയ തലമുറ രൂപം പ്രാപിക്കും. ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. യുവജനമുണർന്നിടുമ്പോൾ പുത്തൻ ആത്മീയ തലമുറ രൂപം പ്രാപിക്കും. ആദ്യകാല പന്തക്കുസ്ത നൽകിടണേ, ശ്രീകന്മാരെ പോലെ ഞങ്ങൾ ജീവിച്ചിടാൻ. ആദ്യകാല പന്തക്കുസ്ത നൽകിടണേ, ശ്രീകന്മാരെ പോലെ ഞങ്ങൾ ജീവിച്ചിടാൻ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഓ പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ. ഓ പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ.